ാണ് ഈ വർഷം മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും വിജയം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് ആദ്യമായിട്ട് പ്രചരണത്തിന് ഇറങ്ങിയതാണ്. അപ്പം ഇവിടുന്ന് തന്നെ പത്തനാപുരത്തിൽ നിന്ന് തുടങ്ങി ഉറപ്പാണ് വിജയം, 100% വിജയം ഉറപ്പ്. കഴിഞ്ഞ 5 വർഷം ഇവിടെ നിന്ന് ഇവിടുത്തെ ഓരോ കുടുംബത്തിലെ അംഗമായി അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മുടെ സ്ഥാനാർത്ഥി പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം വോട്ടായി മാറും എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് വിജയം ഉറപ്പാണ്. അമ്മ 2 ദിവസം മുമ്പ് പറഞ്ഞു ഗണേഷ് കുമാറിനോട് ക്ഷമിക്കുമെന്നാണ്. ക്ഷമിക്കാൻ അങ്ങനെ പറ്റുമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക്. പക്ഷേ മോക്കെന്താ ക്ഷമിക്കാൻ പറ്റുമോ? അമ്മ കൂടുതലും ഒരു ദൈവികമായ രീതിയിലൊരു ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അമ്മ അത് തന്നെയാണ്. നമ്മൾ അപ്പയും ആ രീതിയാണ്. അപ്പയും അമ്മയും ഒക്കെ അമ്മ അങ്ങനെ പറഞ്ഞു ക്ഷമിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അതേ പറയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളെയും അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഞങ്ങളും ക്ഷമിച്ചെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ക്ഷമിക്കുമോ? അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ കണ്ടതാണല്ലോ എല്ലാം. അവർ തീരുമാനിക്കും അതെല്ലാം. ജനം ശിക്ഷിക്കും ഈ പ്രാവശ്യം. ശിക്ഷിക്കുമോ? അതെല്ലാം ജനങ്ങൾ അവർ ഏപ്രിൽ 9-ാം തീയതി അവരുടെ തീരുമാനം. അവർ വോട്ടായി ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യും എന്നുള്ള വിജയത്തിൽ. വ്യക്തിപരമായി ക്ഷമിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൂടുതൽ അതിലേക്ക് പോയി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മതി എന്നുള്ള ചില പ്രചരണമൊക്കെ ഇടയ്ക്ക് കേട്ടിരുന്നു. വല്ല വസ്തുതയുണ്ടോ അങ്ങനെയൊക്കെ? അതെല്ലാം പാർട്ടി തീരുമാനിച്ചു. നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാം വന്നു. എല്ലാവരും ഇലക്ഷൻ പ്രചരണ ചൂടില്ല. ഇനി അതിലൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മുടെ സ്ഥാനാർത്ഥികളെ കൈപ്പത്തി ചിഹ്നത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ആവശ്യ വിവാദങ്ങളായിരുന്നു. ഒരുപാട് പലതും ഈ എന്തെങ്കിലും ഒരു കാര്യം ചെറിയൊരു കാര്യത്തിൽ കയറി ഇത് പറഞ്ഞതിന് ശേഷം അത് പല ഡിസ്കഷനിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ പാർട്ടി തീരുമാനമെടുത്തു. കാൻഡിഡേറ്റ്സ് 140 കാൻഡിഡേറ്റ്സും ഡിക്ലെയർഡായി. ഇനി അവരുടെ വിജയത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രചരണത്തിന് ഇറങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. UDFനെ ഭരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മുമ്പിൽ. അതെ, ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇനി കഴിയാവുന്നിടത്തോളം മണ്ഡലങ്ങളിൽ എത്തിച്ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ പറയുന്നത് വലിയ ഭൂരിപക്ഷമാണ് പറയുന്നത്. അപ്പം ഞങ്ങളൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടുന്ന. അപ്പോൾ ചേച്ചി എത്രയാണ് പ്രവചിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു ഭൂരിപക്ഷം ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഉറപ്പായിട്ടും ഇവിടെ ചേട്ടൻ ജയിച്ചിരിക്കും. അത്രമാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എനിക്കതൊരു നമ്പറായിട്ട് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല.